ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ പാസ്റ്റ് ടെൻസിനകത്ത് നാലാമത്തെ ടെൻസാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. തൊട്ട് മുന്നേ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു, അതായത് പാസ്റ്റിനകത്ത് മൂന്നാമത്തെ ടെൻസാണ്. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റിനകത്ത് നാലാമത്തെ ടെൻസാണ്. ഇതും നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞാൽ പണ്ട് ഒരു കാര്യം ഉറപ്പായും നടന്നുകൊണ്ടിരുന്ന കാര്യം കാണിക്കാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൻ്റെ റൂൾസ് ഞാൻ ആദ്യം പറയാം. ഈ റൂൾസ് ഒന്ന് ആദ്യം നോക്കണം. റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ റൂൾസ് നമ്മൾ നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ, ടെൻസിൻ്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ നല്ല കോൺഫിഡൻസോടെ കൂടെ 100% കോൺഫിഡൻസോടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും, ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ റൂൾസ് ഞാൻ ഫോളോ ചെയ്യുന്നത് പറയാൻ കാര്യം. പലരും അത് പറഞ്ഞ് കേട്ട് എടുത്തിട്ടില്ല. അത് ഒരു വഴിപാടിന് വേണ്ടി പഠിപ്പിക്കുക, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് റൂൾസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ing. ഓക്കെ, അപ്പോൾ പണ്ട് നടന്നുകൊണ്ടിരുന്ന കാര്യം അത് ഉറപ്പായും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയാമേ. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ UK for 2 years. ഓക്കെ, ഈ സബ്ജക്റ്റ് മാറ്റിയാൽ മതി, ബാക്കിയെല്ലാം അതേപോലെ തന്നെ ആയിരിക്കും. വെർബ് വേണമെങ്കിൽ മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ UK for 3 years. ഓക്കെ, വി ഹാഡ് ബീൻ watching movie for 3 hours. They have been reading newspaper for 2 hours. ഓക്കെ, 2 മണിക്കൂറോളമായി അവർ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം ഇല്ല. കാര്യം മനസ്സിലായോ? പണ്ടത്തെ കാര്യങ്ങളാണ് ഇപ്പം ഇതിനകത്ത് പറയുന്നത്, ഇപ്പോഴത്തെ കാര്യത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പണ്ട് നടന്നുകൊണ്ടിരുന്ന കാര്യം അത് ഉറപ്പായി നടന്നുകൊണ്ടിരുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ചിലർ ചോദിക്കും പാസ്റ്റ് കണ്ടിന്യൂസ് എന്താ ഇത് തമ്മിൽ വ്യത്യാസം. ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം ഞാൻ പിന്നെ പറയാം, അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. കാരണം ഇപ്പോൾ ഞാൻ പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ ഓരോ ടെൻസും അതിൻ്റെ എക്സാമ്പിളും ചെറിയ വീഡിയോ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോ കേൾക്കുന്നത്. ഒരു ചെറിയ 4 മിനിറ്റ് 5 മിനിറ്റ് വീഡിയോ ആയിരുന്നു. അല്ല, എല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇനി മനസ്സിലായ പോലും അതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് പെട്ടെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് പഠിക്കേണ്ടത് ആ ഒറ്റ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, എല്ലാം വാരി വലിച്ച് ഒറ്റടി കാണാൻ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പണ്ട് നടന്നുകൊണ്ടിരുന്ന കാര്യം പണ്ട് ഉറപ്പായും നടന്നുകൊണ്ടിരുന്ന കാര്യം കാണിക്കാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയ 1-2 സെൻസ് ഞാൻ പറയുമ്പോൾ ദേ ഹാഡ് ബീൻ റൈറ്റിംഗ് PSC എക്സാം ഫോർ 3 years. അവർ 3 വർഷത്തോളം PSC പരീക്ഷ എഴുതിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇപ്പം നിർത്തി, കാരണം ജോലിയൊന്നും കിട്ടിയില്ല. ഇപ്പം നിർത്തി. ജോലി കിട്ടിയിരിക്കാം, ജോലി കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷേ ഇപ്പം പുള്ളിക്കാരൻ അവർ ഈ PSC പരീക്ഷ എഴുതി നിർത്തി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് ഡെയിലി ലൈഫിലൊക്കെ ആവശ്യം വരുന്ന സംഘങ്ങളാണ്. ഓക്കെ, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് പണ്ടത്തെ ഒരു നടന്നുകൊണ്ടിരുന്ന കാര്യം ഉറപ്പായി നടന്നുകൊണ്ടിരുന്ന കാര്യം പറയാനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റൂൾസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ing. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. സോറി, ഒരു മിനിറ്റ്. നിങ്ങൾക്ക് 100% ആത്മവിശ്വാസത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിക്കുവാനോ എഴുതുവാനോ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കേരളത്തിനകത്തും പുറത്തും ജോലി, ബിസിനസ്, പ്രൊമോഷൻ, മറ്റ് അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്കിൽ വിളിക്കുക. പവർ ഓൺ എഡ്യൂക്കേഷൻ, ചിങ്ങവനം, കോട്ടയം ആൻഡ് ഓൺലൈൻ. ഫോൺ 8089778899. ലൊക്കേഷൻ കാണുവാൻ ഗൂഗിൾ സെർച്ച് പവർ ഓൺ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ഒരു ജോലി നഷ്ടപ്പെടാൻ പാടില്ല. ബൈ.